അവിടെ ഇരിക്കുന്നവർക്ക് എന്താ, നിങ്ങൾ കുളിക്കുന്നത് തോറും നിങ്ങളുടെ മാനം പോവും, അല്ലാതെ എന്താ അത് മനസ്സിലാക്കൂ. തീരെ വയ്യല്ലേ. കുളിന്റെ പല വേർഷൻ വരും, കാത്തിരുന്നു. കുളിയുടെ പല വേർഷനുമായിട്ട് കുളിയുടെ പല വേർഷനുമായിട്ട് ടീച്ചർ രംഗത്ത് വരുമെന്നാണ് പറയുന്നത്. എന്തിനാണ് ഈ കുളിയും പരിപാടിയൊക്കെ ടീച്ചർ കൊണ്ടുവന്നതെന്ന് ടീച്ചർ തന്നെ പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അങ്ങനെ ഈ പട്ടി പൂച്ചേനൊന്നും കൂടുതൽ ആള് കാണുന്നില്ല. അപ്പം ഞാൻ കുറച്ച് മാറ്റി പിടിച്ചു വേർഷൻ. കുറച്ച് ഡ്രസ്സിലൊക്കെ മാറ്റം വരാൻ തുടങ്ങി. ആ സമയത്ത് കുറച്ച് പ്രശ്നങ്ങൾ തുടങ്ങി. നമസ്കാരം സുഹൃത്തുക്കളെ. ശ്രീലു ടീച്ചറിന്റെ കുളി, നാട്ടിൽ തുടങ്ങിയ കുളി ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ എത്തിയിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിൽ പോയി കുളിച്ച് പ്രതിഷേധം നടത്താൻ പോവുകയാണ് ശ്രീലു ടീച്ചർ എന്നാണ് ശ്രീലു ടീച്ചർ പറയുന്നത്. ജാലിയൻ വാലാബാഗ് പോലെ ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തുന്ന ഒരു സംഭവമായി നമ്മുടെ ഈ ശ്രീലു ടീച്ചറിന്റെ കുളി മാറുമെന്നാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടിട്ട് തോന്നുന്നത്. ഈ വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും കാണുക. ഇത് കേരളം കത്താൻ പോകുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അപ്പം വീഡിയോയിലോട്ട് പോകും. ഓരോ ദിവസത്തെ കുളി ഓരോരോ ആക്കാന്നല്ലോ. അപ്പൊ ഇപ്പോഴത്തെ കുളി ആയിരിക്കാന്നറിയോ, എഞ്ചിനീയറിംഗ് കോളേജിലെ താൽക്കാലികമായിട്ട് കയറിയിരിക്കുന്ന ഗുണ്ട പിന്നെ രാജേഷ് കെ എൻ പറയുന്നത് കേട്ടിട്ട് പിന്നെ അവന്റെ റബ്ബർ സ്റ്റാമ്പായിട്ട് റബ്ബർ സീലായിട്ട് ഇരിക്കുന്ന കഴിഞ്ഞ ദിവസം ഒരു കുളി പ്രതിഷേധം നമ്മുടെ മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടായി. ഓരോ ദിവസമുള്ള കുളി ഓരോ പ്രതിഷേധമാണെന്നാണ് ടീച്ചർ പറയുന്നത്. എന്റെ പൊന്നു ടീച്ചറെ, പല പ്രതിഷേധങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇമാതിരി കുളി പ്രതിഷേധം ആദ്യമായിട്ടാണ് കാണുന്നത്. ശ്രീലു ടീച്ചർ എന്താണ് പറയുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്ക് വട്ടുണ്ടോന്ന്? ഇല്ല, എന്നെ പിന്നെ കുളിച്ചു, നഗ്ന വീഡിയോ കാണിച്ചു, പിന്നെ മുഖ്യമന്ത്രിനെ തെറി പറഞ്ഞു. ടീച്ചർ ഒരു ടീച്ചറല്ലേ? ജലം അമൂല്യമാണ് എന്ന് ടീച്ചറിന് അറിയില്ലേ? വെള്ളം ഇങ്ങനെ പാഴാക്കാതെ. ഈ വെയിലും ചൂടുമുള്ള സമയത്ത് ആളുകൾക്ക് വെള്ളം കിട്ടാനില്ല. ഓരോ ദിവസം ഓരോ കുളിക്ക് എത്ര വെള്ളമാണ് നഷ്ടപ്പെടുന്നത്. ഇങ്ങനെയൊക്കെ തുറന്നു വിട്ടേക്കുക. ടീച്ചറിന്റെ പ്രതിഷേധത്തിൽ പല കാര്യങ്ങളും കാണും, ചിലപ്പോൾ അതിലൊക്കെ സത്യവും കാണും. എന്നും പറഞ്ഞ് ഇങ്ങനെയല്ല പ്രതിഷേധിക്കേണ്ടത്. നാട്ടിൽ പ്രതിഷേധിക്കാൻ എത്ര മാർഗങ്ങളുണ്ട്. ഈ കുളി പ്രതിഷേധം അതൊരു വല്ലാത്ത പ്രതിഷേധം തന്നെയാണ് ടീച്ചറെ. ബാക്കിയാണ് സത്യമാണോന്ന് അന്വേഷിക്കാതെ എൻ്റെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് എനിക്കെതിരെ സസ്പെൻഷൻ അടിച്ചിട്ടുണ്ട്. ഈ സസ്പെൻഷനിൽ അടിക്കുമ്പോൾ അതെല്ലാം കേട്ട് പേടിച്ചിട്ടും ഇവര് എന്ത് തെമ്മാടിത്തരും, ഇവരത് സഹിക്കുന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുവാണ്. ഒരിക്കലും നിൽക്കൂല, ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല. ഇതാണ് പ്രധാന പോയിന്റ് കേസ്. ഇവിടെ ശരിക്കും കേൾക്കണം. ബാക്കി നമുക്ക് എന്താ ടീച്ചർ പറയുന്നത് കേൾക്കാം. ഈ കുളി ഇനി എങ്ങോട്ടാ പോകുന്നതെന്നും കൂടി നിങ്ങൾക്ക് കേൾക്കണ്ടേ? ഈ കുളി പോകുന്നത് ഇനി സെക്രട്ടേറിയറ്റിന്റെ അടുത്തേക്കാണ്. അതായത് സെക്രട്ടേറിയറ്റിന്റെ അടുത്തേക്ക് പോയിട്ട് കുളിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നു ഇവക്ക് വട്ടാന്ന്, ഇവക്ക് നാണക്കേടാന്ന്. ടീച്ചർ എന്നാ പോകുന്നത് നേരത്തെ കാലത്ത് കണ്ടു പറയണമേ. 40,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ടീച്ചറിന്റെ ഈ പ്രശ്നം തുടങ്ങുന്ന സമയത്ത് ഏകദേശം 30,000 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ 43-44 8,000 പേര് കൂടിയിട്ടുണ്ട്. ഈ ഇത്രയും ആളുകൾക്ക് അവിടെ എത്തിപ്പറ്റണ്ടേ? ടീച്ചർ ഒന്നും പറയാതെ പെട്ടെന്ന് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരൊക്കെ എങ്ങനെയാ വരുന്നത്? ടീച്ചറിന്റെ ഫാൻസിനെ കണക്കിലെടുക്കണം എന്നാണ് എനിക്കിത് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കി കേൾക്കാം. ഒരു സ്ത്രീനെ ഉപദ്രവിക്കാൻ ഇവരുപയോഗിച്ച വഴിയാണ് ആ വളഞ്ഞ വഴി. ഏത് വഴി? സത്യം പറയാമല്ലോ, ആ വെള്ളം അങ്ങനെ പോകുന്ന കാണുമ്പോൾ നല്ല വിഷമമുണ്ട്. എത്ര ആളുകൾ കുടിക്കാൻ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള സമയത്താണ് ടീച്ചറിന്റെ ഈ ഒരുമാതിരി കുളി കാരണം വെള്ളം ഇത്രയും നഷ്ടപ്പെടുന്നത്. ബാക്കിയൊക്കെ ഈ വെള്ളം നഷ്ടപ്പെടുന്നതാണ് എനിക്കൊരു പ്രധാന പ്രശ്നമായിട്ട് ഇത് തോന്നുന്നത്. ബാക്കി വേണം. അപ്പം എൻ്റെ നഗ്നതയുണ്ട്, എൻ്റെ കുളിസീനുണ്ട്. അപ്പം ഈ നഗ്നതയും കുളിസീനൊക്കെ കാണിച്ചിട്ട് തന്നെ ഞാൻ ഇവരോട് പോരാടും. ഈ നഗ്നതയും ഈ കുളിസീനും ഒക്കെ കാണിച്ചിട്ട് തന്നെ ഞാൻ പോരാടും. അപ്പം ഇവരൊന്നും ഇതിനിടയിൽ വന്നിട്ടുള്ള കുറച്ചാളുടെ കമന്റ് കൂടെ നമുക്കൊന്ന് വായിക്കാം. ഒരാൾ കമന്റ് ചെയ്തേക്കുന്നതാണ്, അവിടെ ഇരിക്കുന്നവർക്ക് എന്താ, നിങ്ങൾ കുളിക്കുന്നത് തോറും നിങ്ങളുടെ മാനം പോവും, അല്ലാതെ എന്താ അത് മനസ്സിലാക്കൂ. തീരെ വയ്യല്ലേ. അങ്ങനെ പറയാൻ പറ്റത്തില്ല. ടീച്ചറിന്റെ കുളി കാരണം ടീച്ചറിന്റെ യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ വളരുന്നുണ്ട്. അത് ഒരു തരത്തിൽ ടീച്ചറിന് ലാഭമാണ്. വേറൊരു കമന്റ്, വെള്ളമില്ലാഞ്ഞിട്ട് പൈസ കൊടുത്ത് വാങ്ങുന്ന ഇവർക്ക് ഇതിന്റെ വില അറിയില്ല. അത് പോയിന്റ്. എത്ര ലിറ്റർ വെള്ളമാണ് കളയുന്നത്? വെള്ളം കളഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം അത് അത്ര നല്ല പ്രതിഷേധമായിട്ട് എനിക്ക് തോന്നുന്നില്ല.
നിങ്ങളെ ചിലപ്പോൾ പലരും പല രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും. അതിനൊക്കെ പ്രതിഷേധിക്കേണ്ടെന്ന് ആരും പറയുന്നില്ല. പക്ഷേ വെള്ളം കളഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം, അതാണ് ഇവിടുത്തെ പ്രശ്നം. എഞ്ചിനീയറിംഗ് കോളേജിലെ ഏറ്റവും വലിയ ലൈംഗിക ദാരിദ്ര്യമുള്ളവനും, സർക്കാർ ഓഫീസുകളിൽ ഒരുപാട് ലൈംഗിക ദാരിദ്ര്യമുള്ളവരുണ്ട്. അത് ഞാൻ പിന്നെ പറഞ്ഞു തരും നിങ്ങൾക്ക് ആർക്കെല്ലാം ലൈംഗിക ദാരിദ്ര്യം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലുള്ളതെന്ന്. മൊത്തം സർക്കാർ ഓഫീസുകളിലെ ലൈംഗിക ദാരിദ്ര്യത്തിൻ്റെ ഒരു സർവേ എടുത്തു കഴിഞ്ഞാൽ ലോകരാജ്യങ്ങളിൽ ഏറ്റവും മേലെയായിരിക്കും കേരളം. ടീച്ചർ പറഞ്ഞ അക്കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. ലൈംഗിക ദാരിദ്ര്യം നല്ല രീതിയിൽ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ബാക്കി കാണും. ഇനി പറഞ്ഞിട്ട് തന്നെ പോവും. എന്ത് പ്രശ്നം ഇവിടെ ഉണ്ടായാലും പറഞ്ഞിട്ട് തന്നെ പോവും. അത് ഈ വീഡിയോൻ്റെ കൂടെ ഇടാത്തത് ഈ കുളി പിന്നെ രായൻ്റെ സ്റ്റാമ്പിനുള്ള കുളിയാണ്. ഇതൊക്കെ ഇൻസ്പിറേഷൻ ആക്കി ഇനി എത്ര പേര് കുളിയുമായിട്ട് രംഗത്ത് വരുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ വെള്ളം തികയാത്തൊരു അവസ്ഥയാവുമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. പിന്നെ അതായത് എൻ്റെ നഗ്ന വീഡിയോ ഉണ്ട്, എൻ്റെ കുളിസീനുണ്ട്. ഇവിടുത്തെ നാറികൾ പറയുന്നത് കേട്ട് അതേപോലെ അതിൻ്റെ മേലെ ഒപ്പിട്ടൊരു നാറിയുണ്ട്. ഓരോരാൾ പറയുന്നത് കേട്ടിട്ട് അതിൻ്റെ മേലെ ഒപ്പിടുന്ന ചില നാറികളുണ്ട്. ആ നാറികൾ ചിന്തിക്കുന്നില്ല, ഞാനിപ്പോൾ അത് കേട്ടിട്ട് മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ ഞാൻ നിയമത്തിൻ്റെ വഴി നോക്കൂല, അല്ലെങ്കിൽ ഞാൻ അനങ്ങാതിരിക്കും. ഇതൊക്കെ ചിന്തിക്കുന്ന കുറേ ഊളന്മാരുണ്ട് നമ്മളെ നാട്ടിൽ. ഒരിക്കലും നടക്കൂല, മരണം വരെ പോരാടും. എത്ര പ്രതിഷേധം ഉണ്ടായാലും പൊതുസ്ഥലത്തുള്ള കുളി ടീച്ചർ നിർത്തില്ല എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, വീട്ടിൽ അയ്യത്ത് കുളിച്ചുകൊണ്ടിരുന്ന ടീച്ചർ ഇനിയും സെക്രട്ടേറിയറ്റിൽ പോയി കുളിക്കുമെന്നാണ് പറയുന്നത്. ഇതൊരു വല്ലാത്ത കുളി. ഈ കാലിന് വെള്ളൊഴിച്ചത് രായന്റെ വാക്ക് കേട്ടിട്ട് പ്രതിഷേധിച്ചവനുള്ളതാ. കുളീന്റെ പല വേർഷൻ വരുന്നു, കാത്തിരുന്നു. കുളിയുടെ പല വേർഷനുമായിട്ട് ടീച്ചർ രംഗത്ത് വരുമെന്നാണ് പറയുന്നത്. തോട്ടുകുളി, ആറ്റുകുളി, സെക്രട്ടേറിയറ്റ് കുളി, അയ്യത്ത് കുളി, അങ്ങനെ കുളിയുടെ പല വേർഷൻ ടീച്ചർ കൊണ്ടുവരുമെന്നാണ് ടീച്ചർ പറയുന്നത്. ടീച്ചറിന്റെ ഫാൻസ് കാത്തിരിക്കുകയാണ്. എന്തിനാണ്? സെക്രട്ടേറിയറ്റിലുള്ള കുളിക്ക് വേണ്ടി. അത് കേരളത്തിന്റെ സ്വർണ്ണ ലിപികളിൽ അടയാളപ്പെടുത്തുമെന്നുള്ളതാണ്. ടീച്ചർ സധൈര്യം മുന്നോട്ട് പോക്കുള്ളൂ. എന്തിനാണ് ഈ കുളിയും പരിപാടിയൊക്കെ ടീച്ചർ കൊണ്ടുവന്നതെന്ന് ടീച്ചർ തന്നെ പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അങ്ങനെ ഈ പട്ടി പൂച്ചേനും നമുക്ക് കൂടുതൽ ആള് കാണുന്നില്ല. എനിക്ക് ആളെ അറിയിക്കാൻ, ആ ആളെ പബ്ലിക്കിൽ എൻ്റെ ഇഷ്യൂസ് അറിയിക്കലാണ് എൻ്റെ ലക്ഷ്യം. പക്ഷെ അവിടേക്ക് എത്തുന്നില്ല. അപ്പം ഞാൻ കുറച്ച് മാറ്റി പിടിച്ചു വേർഷൻ. കുറച്ച് എൻ്റെ ഇഷ്യൂസ് പറയാൻ തുടങ്ങി, കുറച്ച് ചില ആൾക്കാരെ പേര് പറയാൻ തുടങ്ങി, കുറച്ച് ഡ്രസ്സിലൊക്കെ മാറ്റം വരാൻ തുടങ്ങി. ആ സമയത്ത് കുറച്ച് പ്രശ്നങ്ങൾ തുടങ്ങി. പക്ഷെ ഈ പ്രശ്നങ്ങളൊന്നും ഞാൻ വകവെച്ചില്ല. ഞാൻ എൻ്റെതായ ഇപ്പം എല്ലാവർക്കും കാര്യം പിടികിട്ടി കാണും. ടീച്ചർ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. അതിനകത്ത് ചില വീട്ടിലെ പൂച്ചകൾ, പട്ടികൾ, പിന്നെ അല്ലാതെ ചെയ്യുന്ന മീൻ വെട്ടുന്നത്, ചോറ് വെക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പരിപാടികളൊക്കെ കാണിച്ചിട്ട് ഒട്ടും വ്യൂസ് ഇല്ല. അപ്പം ടീച്ചർ എന്തോ ചെയ്തു, ഡ്രസ്സിംഗ് ഒക്കെ ഒന്ന് ചെറുതായിട്ട് മാറ്റി അങ്ങനെ ഒരു രീതിയിൽ പിടിച്ചു നോക്കി. അപ്പം വ്യൂസ് വന്നു. ഇത് കണ്ട് അവിടെയുള്ള കോളേജിലുള്ള ഒരു വ്യക്തി അവിടെ പോസ്റ്റർ അടിച്ചു, ഇതേപോലെ ഇന്ന് നാളെ ടീച്ചറിന്റെ കുളിസീനുണ്ടെന്നൊക്കെ എഴുതി വെച്ചു. അന്ന് തൊട്ട് തുടങ്ങിയ പ്രശ്നമാണ്. അങ്ങനെ ആ പുള്ളിയെ അവിടുന്ന് സസ്പെൻഡ് ചെയ്യുന്നു, ഇവരെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ പുള്ളിക്ക് അവിടെ പല ആളുകളുടെ സപ്പോർട്ടായി. അങ്ങനെ അത് പ്രശ്നങ്ങൾ അഗ്രവേറ്റ് ആയി. ഇവരോട് പലരും ഔമര്യാദയെ പെരുമാറി എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണ് എസ്കലേറ്റ് ആയി ഈ ഒരു അവസ്ഥയിൽ വന്ന് നിൽക്കുന്നത്. എന്തായാലും ചിലപ്പോൾ പറയുന്ന കാര്യങ്ങൾ കുറച്ച് കാര്യമൊക്കെ കാണും. പക്ഷേ അത് അതിൻ്റെതായ സീരിയസ്നെസ്സോടെ കാണുമെന്നാണ്. ഇങ്ങനെ കുളിച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ നാട്ടുകാർ കളിയാക്കുമെന്നല്ലാതെ ഇതിന് വേണ്ടത്ര സീരിയസ്നെസ് ഉണ്ടാകില്ല. അതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. അത് ടീച്ചർ മനസ്സിലാക്കുക. പിന്നെ യൂട്യൂബിന്റെ വളർച്ചയാണ് ഉദ്ദേശമെങ്കിൽ ഇത് ശരിയായ ഒരു പാതയാണ്. അപ്പം നിങ്ങൾക്ക് എന്താണ് ഇതൊക്കെ കണ്ടെന്ന് തോന്നുന്നു ഉറപ്പായി താഴെ കമന്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.